നമ്മുടെ അമേരിക്കയുടെ മിലിറ്ററി ബേസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ലോകത്ത് 80ലേറെ രാജ്യങ്ങളിലായി 750 മിലിറ്ററി ബേസുകളാണ് അമേരിക്കയ്ക്ക് ഇന്നുള്ളത്. എന്നാൽ ലോകത്തിലെ ഒരു വലിയ ശക്തിയായി നിൽക്കുന്ന ആ ഒരു രാജ്യത്തിന് മാത്രം അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഇല്ലതാനും. അത് ഏത് രാജ്യമാണെന്നല്ലേ? അത് നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിലെ ഏത് പ്രബല ശക്തികളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ജർമ്മനി എടുത്തു നോക്കിക്കോ. ജർമ്മനിയിലാണെങ്കിൽ US 100 താവളങ്ങളുണ്ട്. ജപ്പാനിൽ 120, സൗത്ത് കൊറിയയിൽ 73. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു സംശയം തോന്നാം, ചൈനയ്ക്കും റഷ്യയ്ക്കും US താവളങ്ങളില്ലാന്ന്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും US അത്ര പോസിറ്റീവായ നിലപാടല്ല സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കയുമായി നയതന്ത്രപരമായി നല്ല ബന്ധമുള്ള സാമ്പത്തിക ശക്തികളായ ഇന്ത്യയെ പോലത്തെ രാജ്യത്തെക്കുറിച്ചാണ്. ലോകത്ത് 80ലേറെ രാജ്യങ്ങളിലായി 750-ൽ പരം മിലിറ്ററി ബേസുകളുള്ള അമേരിക്കക്ക് ഇന്ത്യയിൽ മിലിറ്ററി ബേസ് ഇല്ല. ആ ഒരൊറ്റ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട് കൂടിയാണ്. എന്തുകൊണ്ട് ഇന്ത്യക്ക് US മിലിറ്ററി ബേസ് ഇല്ല എന്നത് നാം ഓരോ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നെഹ്റു മുതൽ മോദി വരെ പതറാതെ എടുത്ത ഉറച്ച തീരുമാനമാണ് നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ മറ്റൊരു രാജ്യത്തിന്റെ താവളങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള ആർജവം. ഇന്ത്യക്ക് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുകയും പുറമേ നിന്നുള്ള ബാഹ്യശക്തികളിൽ നിന്നും പ്രതിരോധിക്കുകയും വേണം. സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ഇന്ത്യയുടെ ചരിത്രം നമ്മളെ പലതും പഠിപ്പിക്കുന്നുമുണ്ട്. 1953-ൽ ഇറാൻ ഭരണം അട്ടിമറിച്ച അമേരിക്കൻ ചാരസംഘടനയായ CIA-യും അങ്ങനെ ചിലി, ഇറാഖ് എന്നിവിടങ്ങളിലെ ഭരണമാറ്റങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ഇടപെടൽ ഇന്ത്യ കണ്ടതാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാവുമ്പോൾ ജിയോപൊളിറ്റിക്കലി അമേരിക്കയുടെ താല്പര്യം കൂടി പരിഗണിക്കേണ്ടി വരും. അങ്ങനെ അതിനനുസരിച്ച് ആടുന്ന പാവ സർക്കാരിനെ ആ ഒരു രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഈ കഴിഞ്ഞ 2025 ജൂണിൽ ഖത്തറിലെ അൽ ഉദൈദിലെ അമേരിക്കയുടെ സൈനിക താവളം ഇറാൻ ആക്രമിച്ചു. യുദ്ധത്തിൽ ബന്ധമില്ലാത്ത രാജ്യം പോലും അതിൽ പങ്കാളിയാകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. US ഇറാനുമായാണ് സംഘർഷം. US സൈനിക താവളം ലക്ഷ്യം വെക്കുന്നത് വഴി ഖത്തറും ഈ സംഘർഷത്തിൽ പങ്കാളിയാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടിയിലൂടെ US ശത്രുക്കളെ ഇന്ത്യയുടേതാക്കാൻ ഇന്ത്യക്ക് ഉദ്ദേശവുമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ പ്രതിരോധ ശേഷികളുണ്ട്. അവിടെ അമേരിക്കയുടെ സഹായം ഇന്ത്യക്ക് ആവശ്യമില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈന്യവും ശക്തമായ നാവിക ശേഷിയും ആണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടേതായ സൈനിക താവളങ്ങൾ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കുണ്ട്. തജിക്കിസ്ഥാൻ, മൗറീഷ്യസ്, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം ഉള്ള മേഖലകളാണ്. അവിടെ ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ വെച്ച് ഇന്ത്യയുടെ പാവ സർക്കാരിനെയല്ല ഇന്ത്യ സൃഷ്ടിക്കുന്നത്. ഇരു രാജ്യത്തിന്റെ പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന സൈനിക താവളങ്ങളാണ് അവ. അവിടെ ആ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും ഇന്ത്യ മാനിക്കുന്നുമുണ്ട്. ഇന്ത്യ അമേരിക്കയുമായി ജോയിന്റ് എക്സസൈസ് ചെയ്യാറുമുണ്ട്. എന്നാൽ ലിമോവ പോലുള്ള എഗ്രിമെന്റ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കരാറാവാറുണ്ട്. ലിമോവ എന്നാൽ ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് ഓഫ് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ് എന്നാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ജോയിന്റ് എക്സസൈസ് കഴിഞ്ഞാൽ, അതായത് അമേരിക്കയും ഇന്ത്യയും ജോയിന്റ് പരസ്പരമുള്ള പരിശീലനം കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ താവളങ്ങളിൽ നിന്നും പിന്മാറണമെന്ന കരാറാണിത്. അതുകൊണ്ട് തന്നെ സൈനിക പരിശീലനത്തിന് വരുന്ന രാജ്യത്തിനും ഉടൻ മാറണമെന്നത് വളരെ ക്ലിയർ ആയിരിക്കും. റഷ്യ, അമേരിക്ക, ചൈന തുടങ്ങിയ മറ്റ് ശക്തികളുമായി ഒരേ സമയം ഇടപഴകാനും ഇത് സഹായിക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരം മാനിക്കുകയും മറ്റു രാജ്യങ്ങളുടെ പ്രോക്സിയായി ഇന്ത്യ മാറാതിരിക്കുകയും ഇതുവഴി ചെയ്യുന്നുമുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം.